ഹലോ ട്രേഡേഴ്സ്, ഇന്ന് നമ്മൾ ഒരു എക്സ്പെർട്ട് അഡ്വൈസർ MT5 വേണ്ടിയിട്ട് സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ ബിൽഡ് ചെയ്യാൻ പോവുകയാണ്. ഈ വീഡിയോയുടെ ലെങ്ത് എത്രയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. ഞാനിത് വളരെ സീരിയസ് ആയിട്ട് തന്നെ എനിക്ക് തോന്നിയ ഒരാശയം കംപ്ലീറ്റ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഐ തോട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാം എന്ന്, അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഇതിനകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നത് മുതൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ സ്റ്റെപ്സും ഫോളോ ചെയ്യുന്നതാണ്. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ സാധാരണ എങ്ങനെയാണോ ഒരു റിയൽ എക്സ്പെർട്ട് അഡ്വൈസർ ബിൽഡ് ചെയ്യുന്നത് അതിൻ്റെ എല്ലാ സ്റ്റെപ്സും എടുത്ത് തന്നെ നമ്മൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സ്ട്രാറ്റജി എന്ന്. ഈ എക്സ്പെർട്ട് അഡ്വൈസർ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രൊപ്രൈറ്ററി ഫോംസിന് വേണ്ടിയിട്ട് കോമ്പാറ്റബിൾ ആയിട്ട് ഉണ്ടാക്കാനായിട്ടാണ്. അതായത് ഫണ്ടഡ് അക്കൗണ്ട്സിൽ അതിൻ്റെ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്ത് ചെയ്യാൻ പാകത്തിനാണ്. ചില ഫണ്ടഡ് ഫേംസ് EA അലോ ചെയ്യുന്നുണ്ട്, എക്സ്പെർട്ട് അഡ്വൈസേഴ്സ് അലോ ചെയ്ത് ട്രേഡ് ചെയ്യാൻ അനുവദിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ റൂൾസ് റെഗുലേഷൻസിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ഇത് ഒരു എക്സ്പെർട്ട് അഡ്വൈസർ ബിൽഡ് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രാറ്റജി ഡിസ്കസ് ചെയ്യാം. ഇത് XM എന്ന് പറയുന്ന ബ്രോക്കറുടെ ഒരു ചാർട്ടാണ്. എന്തിനാണ് നമ്മൾ ഈ ചാർട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറയാം. അതായത് നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്ന സ്ട്രാറ്റജി റെങ്കോ ബ്രിക്സും പിന്നെ വേറൊരു ഇൻഡിക്കേറ്ററും കൂടെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ റെങ്കോ ബ്രിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് റെങ്കോ ബ്രിക്സിന്റെ ചാർട്ട് ഇരിക്കുക. ഇപ്പോൾ ഈ റെങ്കോ ബ്രിക്സിന്റെ ചാർട്ട് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യാറുള്ള ജാപ്പനീസ് ക്യാൻഡിൽ സ്റ്റിക്സ് ചാർട്ടിങ്ങിന് പകരം യൂസ് ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ്. അപ്പോൾ ഈ ഒരു റെങ്കോ ബ്രിക്സ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു XMന്റെ ചാർട്ടിന്റെ പ്ലാറ്റ്ഫോമിൽ വന്നത്. ട്രേഡിംഗ് വ്യൂവിൽ ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡ് പെയ്ഡ് ആയിട്ടുള്ള വേർഷനിലാണ് കിട്ടുക. പെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ് വേർഷൻ പെയ്ഡ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിലും നമ്മളിപ്പോൾ ട്രേഡിംഗ് വ്യൂവിൽ വന്നിട്ട് ഇത് നമ്മൾ റെങ്കോ ബ്രിക്സ് സെലക്ട് ചെയ്യുമ്പോൾ വരുന്നത് പ്രീമിയം വേർഷൻ എടുക്കാനായിട്ടാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് എസെൻഷ്യൽ പ്ലാൻ ആണ്. അതുകൊണ്ട് എസെൻഷ്യൽ പ്ലാനിൽ ഈ ഒരു സാധനം കിട്ടില്ല, പ്രീമിയം പ്ലാനിൽ മാത്രമേ കിട്ടുള്ളൂ. അതായത് ഈ ഒരു വേർഷൻ മുതൽ മുകളിലേക്കുള്ളതിൽ റെങ്കോ ബ്രിക്സ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ തൽക്കാലം സ്ട്രാറ്റജി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് XMന്റെ ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു ഇൻഡിക്കേറ്ററും കൂടി വേണം. ആ ഇൻഡിക്കേറ്റർ ഏതാ നമുക്ക് നോക്കാം. അപ്പോൾ ഈ റെങ്കോ ചാർട്ടിങ്ങിൽ ഡോൺജിയാൻ ചാനൽസ് എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ട്രേഡിംഗ് വ്യൂലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററാണ്. നമ്മൾ മറ്റൊരു വീഡിയോയിൽ സംസാരിച്ചിരുന്ന റിച്ചാർഡ് ഡോൺജിയാൻ എന്ന് പറയുന്ന ആ ഒരു അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു ഇൻഡിക്കേറ്ററാണിത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ സ്ട്രാറ്റജി എന്താണെന്ന് പറയാം. അതായത് ഈ ഡോൺജിയാൻ ചാനൽസ് ഉദ്ദേശിക്കുന്നത് പിന്നിലേക്കുള്ള 20 പീരിയഡ്, അതായത് 20 ക്യാൻഡിൽ സ്റ്റിക്സ് അല്ലെങ്കിൽ ബ്രിക്സ്, അതിൻ്റെ ഹൈയും അതിൻ്റെ ലോയും ആണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഈ ഹയർ ലൈനും ലോവർ ലൈനും. മിഡ് ലൈൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ആവറേജ് ആണ്. അപ്പോൾ ഈ സ്ട്രാറ്റജിയിലേക്ക് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് റെങ്കോ എന്താണെന്ന് മനസ്സിലാക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. കുറേ പേർക്കെങ്കിലും ഒക്കെ അറിയാമായിരിക്കും. സാധാരണ നമ്മൾ ജാപ്പനീസ് ക്യാൻഡിൽ സ്റ്റിക്സ് യൂസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് നമുക്ക് 4 ഡേറ്റ പോയിന്റ്സ് ആണുള്ളത്: ഓപ്പൺ, ലോ, ഹൈ, ക്ലോസ്. പക്ഷേ ഈ റെങ്കോ ബ്രിക്സിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതിനകത്ത് നമ്മൾ ടൈമിനെ, അതായത് നമ്മളിപ്പോൾ സാധാരണ ക്യാൻഡിൽ സ്റ്റിക്സ് യൂസ് ചെയ്യുമ്പോൾ അതിൽ 5 മിനിറ്റ്സിൻ്റെ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ 5 മിനിറ്റ്സിൽ ആ പ്രൈസ് ആക്ട് ചെയ്തിട്ടുള്ള ഏരിയാസ് ആണ് അതിൽ മെൻഷൻ ചെയ്യുന്നത്: ഓപ്പൺ, ലോ, ഹൈ, ക്ലോസ്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ ഈ ടൈം ഉള്ള വേരിയബിളിനെ നമ്മൾ അവോയ്ഡ് ചെയ്യാണ്. അതായത് ടൈമിന് അവിടെ പ്രാധാന്യം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. പ്യുവർ ആയിട്ട് പ്രൈസ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ള കാര്യം മാത്രമാണ് ഇതിൽ കൺസിഡർ ചെയ്യുക. അതായത് ഈ സാധാരണ ക്യാൻഡിൽ സ്റ്റിക്സിൽ നമ്മൾ ടൈം ആണല്ലോ ഇൻപുട്ട് കൊടുക്കുന്നത്. ഈ ഒരു റെങ്കോ ബ്രിക്സിൻ്റെ കേസിൽ എങ്ങനെയാണ് ഇത് ഫോം ആവുന്നതെന്ന് വെച്ചാൽ, ഒരു ന്യൂ റെങ്കോ ബ്രിക്ക് ഗ്രീൻ ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ ബ്രിക്ക് സൈസ്, അതായത് ഇപ്പോൾ കൺസിഡർ ചെയ്യാം, നമുക്ക് ബ്രിക്ക് സൈസ് 10 ആണെന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് റെഡ് ബ്രിക്കിൻ്റെ ഹൈയിൽ നിന്ന് $10 മുകളിൽ പ്രൈസ് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് ഈ ഒരു പുതിയ ഗ്രീൻ റെങ്കോ ബ്രിക്ക് ഉണ്ടാവുക. അതായത് ഇപ്പോൾ ഈ ഒരു കേസിലാണെങ്കിൽ ഈ ഒരു റെങ്കോ ബ്രിക്ക് വന്നു, ഇതിവിടെ ലോ വരെ പോയി, ഇവിടെ വരെ പോയി. പക്ഷേ ഇവിടുന്ന് $10 താഴേക്ക് പോയില്ല. 15 മിനിറ്റ്സ് ചാർട്ടാണ് നമുക്ക് കൺസിഡർ ചെയ്യാം. 15 മിനിറ്റ്സിൽ $10 പ്രൈസ് അപ്സൈഡ് മൂവ് വന്നിട്ട് അത് അവിടെ 15 മിനിറ്റ്സിന് മുകളിൽ അത് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് ഇവിടെ ഒരു ഗ്രീൻ ബ്രിക്ക് ഫോം ആവാം. വീണ്ടും മേലേക്ക് പോയി $10 മൂവ് അപ്സൈഡ് തന്നു, 15 മിനിറ്റ്സ് ആ മൂവ് സസ്റ്റെയിൻ ചെയ്തു. ഇപ്പോൾ ഇവിടെ വരെ പോയിട്ട് ആ ഒരു 15 മിനിറ്റ്സിനകത്ത് തിരിച്ചു പോകുന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ബ്രിക്ക് ഫോം ആവില്ല, ഒരു ബ്രിക്കും ഫോം ആവില്ല. ഇപ്പോൾ ഈ ഒരു ബ്രിക്ക് ഇതിപ്പോൾ ഫോമിങ് ബ്രിക്ക് ആണല്ലോ. ഇത് ഈ ഒരു ദിവസം മൊത്തം ഇങ്ങനെ തന്നെ നിന്ന് കഴിഞ്ഞാൽ, ഈ ഒരു $10 കംപ്ലീറ്റ് ആവാതെ ഈ ഒരു റേഞ്ചിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ പുതിയൊരു ബ്രിക്ക് ഫോം ആകുകയില്ല. ഇത് എപ്പോഴാണോ പ്രൈസ് കംപ്ലീറ്റ് ആയിട്ട് ഇത് ഫില്ല് ചെയ്യുന്നത് ആ സമയത്ത് മാത്രമാണ് പുതിയൊരു ബ്രിക്ക് ഫോം ആവുക. അപ്പോൾ അതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. ഇതിന് ടൈമിന് വളരെ ചെറിയ പ്രാധാന്യം മാത്രമാണുള്ളത്. സ്റ്റാൻഡേർഡ് ക്യാൻഡിൽ സ്റ്റിക്സ് ചാർട്ടിലാണെങ്കിൽ ടൈമിലാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഈ റെങ്കോയുടെ കേസ്. അപ്പോൾ നമുക്ക് സ്ട്രാറ്റജി എന്താണെന്ന് നോക്കാം. ഇതാണ് ഡോൺജിയാൻ ചാനൽസ്. 20 പീരീഡ് ആണുള്ളത്. 20 പീരീഡ് ഡോൺജിയാൻ ചാനൽസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് പ്രീവിയസ്
20 ക്യാൻഡിൽസ് അല്ലെങ്കിൽ 20 ബ്രിക്സിൻ്റെ ഹൈ പോയിന്റ് ഇതും ലോ പോയിന്റ് ഇതും, അങ്ങനെയാണിത് കൺസിഡർ ചെയ്യുന്നത്. മിഡ് ലൈൻ ഒരു ആവറേജ് ലൈനാണ്. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രീൻ ബ്രിക്ക് ഫോം ആവുകയാണെന്ന് വെച്ചാൽ, അതായത് ഈ ഗ്രീൻ ബ്രിക്ക് ഫോം ആവുന്നത് ഈ ആവറേജ് ലൈനിന് താഴെയാണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പ്രൈസ് ഒരു ഡിസ്കൗണ്ടിലേക്ക് വന്നു, അവിടെയാണ് ഗ്രീൻ ബ്രിക്ക് ഫോം ആവുന്നതെന്നാണ്. അപ്പോൾ ഇവിടെ ലോങ് ട്രേഡ് എടുത്തിട്ട് ഈ ഒരു റെഡ് ബ്രിക്കിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ച് ഈ മേലെയുള്ള ഒരു ലൈൻ നമുക്ക് ടാർഗറ്റ് ആയിട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. സെയിം വേ ഷോർട്ട് സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഇത്തരത്തിൽ ഈ ഒരു മിഡ് ലൈനിൻ്റെ മുകളിൽ ഒരു റെഡ് ബ്രിക്ക് കംപ്ലീറ്റ്ലി ഫോം ആകുമ്പോൾ അതിനെ ഷോർട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ഗ്രീൻ ബ്രിക്കിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഈ താഴത്തെ ലൈനാണ് നമ്മൾ ടാർഗറ്റ് ആയിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിതിനെ യൂസ് ചെയ്യുന്നത് ATR14 എന്ന് പറയുന്ന ബ്രിക്ക് സൈസ് ആണ്. ATR വെക്കാൻ കാരണം ATR എന്ന് പറയുന്ന ആവറേജ് ട്രൂ റേഞ്ച് ആണ്. അതായത് 14 പീരീഡിലത്തെ ആവറേജ് പ്രൈസ് അപ്സൈഡ് മൂവ്മെന്റ് ഏതൊരു റേഞ്ചിലാണ് ഉള്ളത് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ റേഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പുതിയൊരു ബ്രിക്ക് ഉണ്ടാവുക. അതിനർത്ഥം ചെറിയ ചെറിയ കൺസോൾട്ടേഷൻസ്, ചെറിയ ചെറിയ മൈനർ മൂവ്മെന്റ്സ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ATR എന്ന് പറയുന്ന പീരീഡ് റെങ്കോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്ട്രാറ്റജി. അപ്പോൾ ഇതിനെ നമുക്ക് റിസ്ക് മാനേജ്മെൻറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്ത്, അതായത് ഒരു പ്രൊപ്രൈറ്ററി ഫേമിന് വേണ്ട റിസ്ക് മാനേജ്മെൻറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റ് ഇതിൽ വേണ്ടതെന്ന് നോക്കാം. അതിൻ്റെ കൂടെ തന്നെ മറ്റെന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു സിസ്റ്റത്തിനെ ഒരു എക്സ്പെർട്ട് അഡ്വൈസറായിട്ട് അല്ലെങ്കിൽ ഓട്ടോമേഷൻ എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തൊക്കെ ആവശ്യങ്ങളാണ് നമുക്കുള്ളതെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം നമുക്കിത് കോഡ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം തന്നെ നേരത്തെയുള്ള വീഡിയോകളിൽ പലതിലും പറഞ്ഞിരുന്നു, നമ്മൾ ഒരു ട്രേഡ് മെത്തേഡ് ഓട്ടോമേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ സ്ട്രക്ചേർഡ് ആയിട്ട് വേണം ചിന്തിച്ച് തുടങ്ങാൻ. ഒറ്റയടിക്ക് എല്ലാം കൂടി ആലോചിച്ച് നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്നതിനേക്കാൾ നല്ലത് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെറിയ ചെറിയ മോഡ്യൂൾസ് ആയിട്ട് ചിന്തിക്കുക. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് ഇൻപുട്സ് ആണ്. എന്തൊക്കെ ഇൻപുട്സ് ആണ് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഇൻപുട്ട് വരുമ്പോൾ ഇതിൽ ലോഡ് സൈസ് നമുക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കണം, ടൈം ഫ്രെയിം ഇൻപുട്ടായിട്ട് കൊടുക്കണം. ATR ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ATR ഏത് ടൈം ഫ്രെയിമിലത്തെയാണ് വേണ്ടത് എന്നുള്ളത് വേണം. പിന്നെ റെങ്കോ സൈസ്, അതായത് നമ്മൾ മുമ്പ് പറഞ്ഞ റെങ്കോ ബ്രിക്കിൻ്റെ സൈസ് എങ്ങനത്തെ മെത്തേഡിലാണ് വേണ്ടത്. അത് യൂസർ ഇൻപുട്ടായിട്ട് വേണോ, അതായത് നമ്മൾ $10 മൂവ് അല്ലെങ്കിൽ $15 മൂവ് എന്നുള്ള ആ ഒരു മെത്തേഡ് വേണോ, അത് ATR ആയിട്ട് വേണോ, ആവറേജ് ട്രൂ റേഞ്ച് ആയിട്ട് എടുക്കണോ. പിന്നെ നമ്മൾ ATR/2 എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്, അതായത് ATRൻ്റെ മൂവ്മെൻറ്റിൻ്റെ പകുതി അത് വേണോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻപുട്സിൽ കൊടുക്കുന്നത്. പിന്നെ ഡോൺചാൻ ചാനലിൻ്റെ പീരിയഡ് ഡിഫോൾട്ട് 20 ആണ്, എന്നാലും നമുക്കത് കസ്റ്റമൈസ് ചെയ്യാൻ പാകത്തിനാണ്. ഈ പ്രൊപ്രൈറ്ററി ഫേംസിൻ്റെ കാര്യം പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് അക്കൗണ്ട് സൈസുകൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ കിട്ടുമല്ലോ. അപ്പോൾ അത്തരത്തിൽ പർച്ചേസ് ചെയ്യുന്ന അക്കൗണ്ടിൻ്റെ സൈസ് അത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിൽ വരുമ്പോൾ അത് പെർസെൻറ്റേജ് വൈസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അക്കൗണ്ട് സൈസിൻ്റെ പെർസെൻറ്റേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് എത്രയാണ് ഡെയിലി ലോസ് ലിമിറ്റ് വരുന്നത്, നമുക്ക് എത്രയാണ് കൺസിഡർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ മാക്സിമം ലോസ് ലിമിറ്റ് എത്രയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇതിൽ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. മുമ്പോട്ട് പോകുമ്പോൾ മറ്റ് ഇൻപുട്ടുകൾ വേണമെങ്കിൽ നമുക്ക് കോഡ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. പക്ഷേ ആസ് എ ബിഗിനിങ് നമ്മളിപ്പോൾ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. പിന്നെ നമുക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം റിസ്ക് മാനേജ്മെൻ്റ് ആണ്. പല ഫണ്ടഡ് അക്കൗണ്ടുകൾക്കും പല റൂൾസ് റെഗുലേഷൻസ് ആണുള്ളത്. അപ്പോൾ അതിൽ എല്ലാം ഒന്നും ഈ എക്സ്പെർട്ട് അഡ്വൈസറിനെ വെച്ച് ട്രേഡ് ചെയ്യാൻ അനുവദിക്കില്ല. എന്നാലും ചില ഫേംസൊക്കെ അത്തരത്തിൽ നമുക്ക് എക്സ്പെർട്ട് അഡ്വൈസർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രോപ്പ് ഫേം ഉണ്ട്, അതിൻ്റെ റൂൾസിൽ ഡെയിലി ലോസ് ലിമിറ്റ് 5%, ഓവറോൾ ലോസ് ലിമിറ്റ് 10% ആണുള്ളത്. അതായത് നമ്മൾ ഒരു $10,000 അക്കൗണ്ടാണ് പർച്ചേസ് ചെയ്തതെങ്കിൽ അതിൻ്റെ 5% മേലെ ഒരു ദിവസം ലോസ് ചെയ്യാൻ പാടില്ല എന്നാണ്. അതായത് $500 മേലെ ഒരു ദിവസം ലോസ് ചെയ്യാൻ പാടില്ല. പക്ഷേ 500 വയ്ക്കുന്നില്ല, നമ്മൾ 4% തന്നെ അന്നത്തെ പർട്ടിക്കുലർ ഡേയിലെ ട്രേഡ് അവസാനിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഡെയിലി ലോസ് ലിമിറ്റ് ഡിഫോൾട്ട് 4% വെച്ചത്. അതുപോലെ തന്നെ ഓവറോൾ ലിമിറ്റ് ഇപ്പോൾ ഡെയിലി ഇപ്പോൾ ഇന്ന് ഒരു 4% നമ്മൾ ലോസ് ചെയ്തു, അക്കൗണ്ട് ലൈവാണ്. നാളെ വീണ്ടും 4% ലോസ് ചെയ്തു, 8% ലോസായി. മറ്റന്നാൾ വീണ്ടും ഈ പറയുന്ന 4% ലോസ് ചെയ്യുമ്പോൾ 10% എക്സീഡ് ആവും. അന്നേരം അക്കൗണ്ട് ടെർമിനേറ്റ് ആയി പോകും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 9% ആണ് ഓവറോൾ ലോസ് ലിമിറ്റ് വെക്കുന്നത്. അപ്പോൾ ഈ ഓവറോൾ അക്കൗണ്ട് സൈസിൻ്റെ 9% ലോസ് ആയി കഴിയുമ്പോൾ ട്രേഡിങ് നിർത്തും. അപ്പോൾ അതിനാണ് ഈ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് ഉള്ളത്. അല്ല കണ്ടിന്യൂസ് നമ്മൾ ഈ റിസ്ക് മാനേജ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ചിലപ്പം അൾട്ടിമേറ്റ്ലി ഇത് പ്രോഫിറ്റിലേക്ക് വന്നേക്കാം. പക്ഷേ അതിന് മുമ്പ് ഈ പറയുന്ന 5%, 4% ലിമിറ്റൊക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് ടെർമിനേറ്റ് ആവും. അതിന് വേറെ തന്നെ റൂൾസ് റെഗുലേഷൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഡെപ്ത് അറിയേണ്ട ആളുകൾ അതിനെക്കുറിച്ചുള്ള മറ്റ് വീഡിയോസൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് പെർ ട്രേഡ് എത്രയാണ് ലോസ് ലിമിറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം റിസ്ക് മാനേജ്മെൻറ്റിൽ ചെയ്യാം. അപ്പോൾ അതായത് ഒരു ട്രേഡിൽ എൻ്റർ ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് റിസ്ക് കൺട്രോൾ ചെയ്യേണ്ടതെന്ന്.
അതൊരു ഇൻപുട്ടായിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെർ ട്രേഡ് ഫിക്സഡ് ലോട്ട് സൈസിൽ പോകണോ അല്ല അക്കൗണ്ട് സൈസിൻ്റെ ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് പോകണോ എന്നുള്ളതാണ് ഇത്. പിന്നെ നമുക്ക് വേണ്ടത് സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ സ്ട്രാറ്റജി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതായത് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒരു ന്യൂ റെങ്കോ ബ്രിക്ക് ഗ്രീൻ ഫോം ആകുകയാണ്. അത് ഫോം ആവുന്നത് ഡോൺചിയാൻ ചാനലിൻ്റെ ലോവർ ബാൻഡിന് ഉള്ളിലാണെങ്കിൽ നമ്മൾ ലോങ് ട്രേഡ് എടുക്കുകയും അതിൻ്റെ അപ്പർ ബാൻഡിൽ TP അതായത് ടേക്ക് പ്രോഫിറ്റ് ചെയ്യുകയും ചെയ്യും. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ബ്രിക്ക് ക്ലോസിൽ ട്രേഡ് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷണൽ സംവിധാനവും കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളതായിട്ടുള്ളതാണ് ഷോർട്ട് ട്രേഡുകൾക്കുള്ളത്. ഇതാണ് നമ്മുടെ സ്ട്രാറ്റജിയുടെ ലോജിക്ക്. പിന്നെ എക്സിക്യൂഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ ദിവസങ്ങളിൽ നമുക്ക് ട്രേഡ് ചെയ്യണം, ടൈമിൻ്റെതായ റെസ്ട്രിക്ഷൻസ് കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എക്സിക്യൂഷൻ പാർട്ടിലുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് മറ്റെന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെത്തേഡിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമുക്ക് അതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് ഇങ്ങനെ വേണം പ്ലാൻ ചെയ്യാൻ. ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. ഇപ്പോൾ കോഡ് വായിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഇൻക്ലൂഡ് ചെയ്യണോ, എവിടെ എങ്ങനെയാണെന്നൊക്കെ സംശയങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആദ്യം നമ്മൾ എവിടെയാണ് ചിന്തിച്ചു തുടങ്ങിയത്. അത് പിന്നീടത്തേക്കുള്ള ഒരു റെക്കോർഡാവും. വീണ്ടും നമ്മൾ ആ എക്സ്പെർട്ട് അഡ്വൈസറിൽ ചിലപ്പോൾ കുറേ നാളുകൾ കഴിയുമ്പോഴായിരിക്കും അമെൻമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മളിത് ലൈവ് മാർക്കറ്റിൽ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ചില കൺഫ്യൂഷൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് സഹായിക്കും. അപ്പോൾ ഇനി നമുക്ക് കഴ്സറിൽ പോയിട്ട് കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കഴ്സറിൽ വന്നു. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് നീഡ് ഓർ ക്രിയേറ്റ് an MD5 expert advisor based on Rengo bricks and Donchian channels. Pine script can be provided. അതായത് നമുക്ക് ഈ റെങ്കോ ബ്രിക്കിൻ്റെ ഒക്കെ കാൽക്കുലേഷനും കാര്യങ്ങളും ATR ബേസ് ചെയ്തിട്ടുള്ള കാൽക്കുലേഷനും കാര്യങ്ങളും എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഡോൺചിയാൻ ചാനൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് മാനുവലി ഇൻപുട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ നിന്ന് അതിൻ്റെ പൈൻ സ്ക്രിപ്റ്റ് കോപ്പി ചെയ്ത് ഇവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ പൈൻ സ്ക്രിപ്റ്റിൽ നിന്ന് അതെങ്ങനെയൊക്കെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്നുള്ള അതിൻ്റെ മാത്തമാറ്റിക്സും കാര്യങ്ങളും ഒക്കെ ഇത് എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിനനുസരിച്ചായിരിക്കും ആ ഒരു എക്സ്പെർട്ട് അഡ്വൈസറിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു മാത്സിൻ്റെ പാർട്ട് മൊത്തം നമുക്ക് ഷോർട്ട് കട്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ട്രേഡ് ലോജിക്ക് മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ ചെയ്തു, അതെല്ലാം അവിടെ പറഞ്ഞ പോലെ തന്നെ. ഇവിടെ പിന്നെ കുറച്ചുകൂടി ഒരു മാത്തമാറ്റിക്കൽ ടെർമിനോളജീസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഏറ്റവും മിനിമൽ ആയിട്ടുള്ള ഇപ്പോൾ ഡെയിലി ലോസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഇതിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നമ്മളിവിടെ പ്രോംപ്റ്റ് ചെയ്തു. അക്കൗണ്ട് സൈസും കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണ് ഇൻപുട്ട് വേണ്ടത്, ലോഡ് സൈസ്, അക്കൗണ്ട് സൈസ്, ഡെയിലി റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ഇൻപുട്ട്സ്, ഇതൊക്കെ നമ്മൾ കൊടുത്തിട്ട് പക്ഷേ ഇത് പ്ലാനിങ്ങിൽ ഇട്ടിട്ടാണ് ഇതാദ്യം ചെയ്തത്. അപ്പോൾ ഇവിടെ വേറെ കുറച്ച് ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റി. അതിലേക്ക് ഞാൻ അത്ര ഡീപ്പായിട്ട് പോകുന്നില്ല. എന്നാൽ തന്നെ ഞാനൊന്ന് ഒരു എക്സാമ്പിളിന് പറയാം. ഇപ്പോൾ ഇത് പ്ലാൻ മോഡിൽ ഇട്ടിട്ടായിരുന്നു ചെയ്തിരുന്നത്. ഈ ഒരു പ്രോംപ്റ്റ് കൊടുത്തപ്പോൾ ഇതെന്നോട് ചോദിച്ചു, നമുക്ക് ഇത് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആയിട്ടാണോ വേണ്ടത്, അതോ സാധാരണ ഫിക്സഡ് സ്റ്റോപ്പ് ലോസ് ആണോ വേണ്ടത്, പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ പ്രൊപ്രൈറ്ററി ഫോമിൻ്റെ അക്കൗണ്ടിൻ്റെ ആ ഒരു ഡ്രോ ഡൗൺ വരുന്നത് ട്രെയിലിംഗ് ആയിട്ടാണോ അതോ സ്റ്റാറ്റിക് ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു കോഡ് ഉണ്ടാക്കി തന്നെ. ഇനീഷ്യലി ആ ഒരു കോഡ് നമ്മൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഓർത്തത് ഈ ഒരു റെങ്കോയുടെ ഒക്കെ പൈൻ സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മാത്സിൽ അതിൽ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ റെങ്കോയുടെ കാര്യങ്ങളിലേക്ക് പൈൻ സ്ക്രിപ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് ഡിപ്ലോയ് ചെയ്തു. അപ്പോൾ പൈൻ സ്ക്രിപ്റ്റ് എവിടെ നിന്നാണ് എടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം നമുക്കിത് ഷോർട്ടർ ടൈം ഫ്രെയിമിലേക്ക് പോകാം. അപ്പോൾ ഷോർട്ടർ ടൈം ഫ്രെയിമിലേക്ക് പോകുമ്പോൾ ഇത് പറയുന്നുണ്ട് റെങ്കോ യൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു പ്രീമിയം വേർഷൻ എടുക്കാനൊക്കെ. അപ്പോൾ നമുക്കത് വേണ്ട. റെങ്കോ ക്യാൻഡിൽ ഇല്ലാതെ തന്നെ സാധാരണ ജാപ്പനീസ് ക്യാൻഡിൽ വെച്ച് ടൈം ഫ്രെയിം കുറച്ച് വെച്ചിട്ട് അപ്പോൾ ആദ്യം നമുക്ക് ഡോൺചിയാൻ ചാനലിൻ്റെ പൈൻ സ്ക്രിപ്റ്റ് നമുക്ക് എടുക്കാം. അതായത് നമ്മൾ ഓൾറെഡി ഇവിടെ നിന്ന് ആഡ് ചെയ്തതാണ്. ഇവിടെ മോറിൽ വന്നിട്ട് ഇവിടെ പോയിട്ട് സോഴ്സ് കോഡ് നോക്കി കഴിയുമ്പോൾ ഈ കാണുന്നതാണ് ഈ ഡോൺചിയാൻ ചാനലിൻ്റെ കോഡ്. ഇത് നമ്മളിവിടെ കോപ്പി ചെയ്ത് കഴ്സറിലൂടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തു. പിന്നെ നമുക്ക് റെങ്കോ ബ്രിക്സിൻ്റെ കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ട് അതിൻ്റെ പൈൻ സ്ക്രിപ്റ്റാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ പൈൻ സ്ക്രിപ്റ്റ് നമുക്ക് ആ ക്യാൻഡിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് പകരം നമുക്ക് ഇവിടുന്ന് ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. റെങ്കോ ക്യാൻഡിൽസ് ഓവർലേ എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇതാണ് ആ ഇൻഡിക്കേറ്റർ. അപ്പോൾ ഇത് ഈ പറയുന്ന ട്രേഡിംഗ് വ്യൂവിൻ്റെ ചെറിയ ടൈം ഫ്രെയിമിൽ റെങ്കോ ബിൽഡ് ചെയ്യാത്ത ആ ഒരു കുറവ് പരിഹരിക്കാനായിട്ട് ആരോ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഇതാണ്. അപ്പോൾ ഇത് സാധാരണ ക്യാൻഡിലിൻ്റെ കൂടെ തന്നെ ഈ റെങ്കോ ബ്രിക്ക് ഓവർലേ ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ തൽക്കാലം ഇതിൻ്റെ പൈൻ സ്ക്രിപ്റ്റ് കൂടി എടുക്കാം. ഇതിൻ്റെ പൈൻ സ്ക്രിപ്റ്റ് സോഴ്സ് കോഡിൽ പോയി കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇതിൽ പേസ്റ്റ് ചെയ്തു. ഇതിലിപ്പോൾ നിലവിൽ രണ്ടും ഉണ്ട്. പിന്നീട് നമ്മളിത് ഏജൻറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ
അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത് ചെയ്യും. ഇവിടെ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫൈനലി അത് കഴിഞ്ഞ് വീണ്ടും കോഡ് തന്നിരുന്നു. MD5 കൊണ്ടുപോയി ലാംഗ്വേജ് എഡിറ്ററിൽ കമ്പൈൽ ചെയ്തപ്പോൾ കുറച്ച് എററുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആ എററുകളൊക്കെ സ്ക്രീൻഷോട്ട് ഇവിടെ ഇട്ട് ട്രേഡ് എടുക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അതെല്ലാം റെക്ടിഫൈ ചെയ്തതിന് ശേഷം സെറ്റിങ്സിലെ കുറേ കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തതിന് ശേഷം ടൈം ഫ്രെയിം അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് നമുക്ക് എന്തൊക്കെയാണ് ആഡ് ഓൺ ചെയ്തതെന്ന് ഇത് നമുക്ക് ഇൻപുട്ടിൽ കൊടുക്കാൻ നേരത്ത് നോക്കാം. അപ്പോൾ ഇതാണ് അവസാനം കിട്ടിയിരിക്കുന്ന കോഡ്. ഈ കോഡ് നമ്മളിവിടെ കോപ്പി ചെയ്തിട്ട് MD5 വന്നു. MD5 വന്ന ശേഷം നമുക്ക് പോകേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ടൂൾസിൽ മെറ്റാകോഡ് ലാംഗ്വേജ് എഡിറ്ററിലാണ്. മെറ്റാകോഡ് ലാംഗ്വേജ് എഡിറ്റർ ഓൾറെഡി ഇവിടെ ഓപ്പൺ ആണ്. അപ്പോൾ ഇതിൽ ഈ ഒരു കോഡാണ് ഇവിടെ പേസ്റ്റ് ചെയ്തത്. നമ്മൾ സാധാരണ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ വന്ന് ന്യൂ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് അവിടെ ഉള്ളത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് നോക്കേണ്ടത്. ഇവിടെ പേസ്റ്റ് ചെയ്ത് കമ്പൈൽ ചെയ്യേണ്ടത്. ഇതൊക്കെ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞതുകൊണ്ടാണ് കട്ട് ഷോട്ട് ചെയ്ത് പോകുന്നത്. വീണ്ടും വീണ്ടും പറയാൻ വെറുതെ നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു കോഡിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോഡ്. ഇൻപുട്ട് സെക്ഷൻ ഉണ്ട്. ആദ്യം ഇത് കുറച്ച് ലൈബ്രറീസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാ കോഡിനും വേണ്ടതാണ്. ഇത് നമ്മൾ സംസാരിച്ചിട്ടുള്ളത് പോലെ തന്നെ MQL5 എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്രെങ്കോ മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ATR ഡിഫോൾട്ട് ട്രഡീഷണൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫിക്സഡ് ആയിട്ടുള്ള ഒരു റെങ്കോ ബിഗ് സൈസ് നമുക്ക് ഇട്ട് അത് നോക്കാം. പിന്നെ ഇവിടെ ലോഡ് സൈസ്, റിസ്ക് പെർസെൻറ്റേജ് ലോഡ് സൈസ് ആയിട്ട് വേണോ, അതായത് നമുക്കിപ്പോൾ ഗോൾഡിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 0.05 എന്ന് പറയുന്ന ലോട്ട് എല്ലാ ട്രേഡിനും എടുക്കണോ, അങ്ങനെയാണോ, അതോ 1%, 2% പെർ ട്രേഡ് റിസ്ക് എടുക്കണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ അവിടെ കൊടുത്ത ഇൻപുട്ട്, ലോഡ് സൈസ്, ഈ മാജിക് നമ്പർ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ ഗോൾഡിൻ്റെ തന്നെ ഇപ്പോൾ MD5 കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒന്നിലധികം ചാർട്ട് നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഗോൾഡിൻ്റെ തന്നെ ഒന്നിലധികം സ്ട്രാറ്റജികൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിലധികം ചാർട്ടിൽ ഡിപ്ലോയ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഡിപ്ലോയ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ ഞാനൊരു മൂവിങ് ആവറേജ് വെച്ചിട്ടുള്ള ഒരു ഗോൾഡിൻ്റെ സ്ട്രാറ്റജിയാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ വേറെ ഒരു സ്ട്രാറ്റജിയാണ് ഗോൾഡിൻ്റെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും രണ്ടിന് രണ്ട് എക്സ്പെർട്ട് അഡ്വൈസേഴ്സ് നമ്മൾ ഇട്ടിട്ട് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ട്രേഡ് എടുത്ത് കഴിയുമ്പോൾ ഇതിലും ട്രേഡ് എടുത്തു, ഈ സ്ട്രാറ്റജി വെച്ചും ട്രേഡ് എടുത്തു, ഈ സ്ട്രാറ്റജി വെച്ചും ട്രേഡ് എടുത്തു എന്ന് വെച്ചോ. അപ്പോൾ ഇതിൻ്റെ എക്സിറ്റ് കണ്ടീഷൻ വരുമ്പോൾ എക്സിറ്റ് കൊടുക്കുമ്പോൾ ഈ ഒരു സിസ്റ്റം കൺഫ്യൂസ് ആവും. ഏത് ട്രേഡാണ് എക്സിറ്റ് ചെയ്യേണ്ടത്? ബൈ മിസ്റ്റേക്ക് എക്സിറ്റ് ആവാൻ സാധ്യതയുണ്ട്. മെഷീനാണ്, അപ്പോൾ അതിനങ്ങനെ തിരിച്ചറിയില്ല. അപ്പം അങ്ങനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ മാജിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ആ മാജിക് നമ്പർ ഓരോ എക്സ്പെർട്ട് അഡ്വൈസേഴ്സിനും ഓരോന്നായിരിക്കും. അപ്പോൾ ഈ ട്രേഡുകളെ തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഡിഫോൾട്ട് ലോഡ് സൈസ് 0.01, ടൈം ഫ്രെയിം ഏത് ടൈം ഫ്രെയിമിലാണ്, ഡിഫോൾട്ട് 15, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എന്തൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ അധികം ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പിന്നെ ഇത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സംശയമുള്ള കാര്യങ്ങൾ ഇവിടുന്ന് ഏതാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തതെന്നൊക്കെ നോക്കി നമുക്ക് ChatGPTയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടൂളൊക്കെ വെച്ച് വേണമെങ്കിൽ മനസ്സിലാക്കാവുന്നുള്ളൂ. പക്ഷേ അത്ര ഇൻ ഡെപ്ത് പോകേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്ക്. പക്ഷേ അറിഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ നമുക്കിത് ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഓൾറെഡി കമ്പൈൽഡാണ്. അപ്പോൾ നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോയിട്ട് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന്. സെറ്റിങ്സിൽ വന്നു. നമ്മൾ ഇവിടുന്ന് ഈ റെങ്കോ പ്രോഫോം എന്ന് പറഞ്ഞാണ് ഞാനിത് അതിന് പേര് കൊടുത്തത്. അപ്പോൾ അത് സെലക്ട് ചെയ്തു. അത് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം കൊടുത്തു. സെറ്റിങ്സിൽ എത്ര ഡോളേഴ്സാണ് നമ്മുടെ അക്കൗണ്ട് സൈസ്, 10,000 അക്കൗണ്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് ഇവിടെ ഇൻപുട്ട് ചെയ്തു. ഏത് ടൈം പീരിയഡിലുള്ളതാണ് നോക്കേണ്ടത്. ഞാൻ December 1 മുതൽ December 21 വരെയുള്ള ആ ഒരു ഏരിയയിലുള്ളതാണ് ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ഈ പ്രോഫോമിൻ്റെ പാസ്സാവണമെങ്കിൽ, അതായത് നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കണ്ട. ഇപ്പോൾ ഒരു അക്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ 10% അല്ലെങ്കിൽ 8% ഒക്കെയാണ് പാസ്സാവാനുള്ള ക്രൈറ്റീരിയ. അപ്പോൾ അത് പാസ്സായി കഴിഞ്ഞാലാണ് നമുക്ക് ഒറിജിനൽ അക്കൗണ്ട് കിട്ടുക. അപ്പോൾ ആ ഒരു ക്രൈറ്റീരിയ ഫുൾഫിൽ ആവുന്നുണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ബാക്ക് ഡേറ്റിൽ പോയി ടെസ്റ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് ഈ ഒരു ടൈം ഫ്രെയിമിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെയാണ് ഇത് വന്നു. ഇനി നമുക്ക് ഇൻപുട്ടിൽ പോയി കഴിഞ്ഞിട്ട് ഇൻപുട്ട്സിലാണ് ഇതൊക്കെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തത് അനുസരിച്ചുള്ള ഇൻപുട്ട് കാര്യങ്ങൾ. ലോഡ് സൈസ് ഉണ്ട്, മാജിക് നമ്പർ ഉണ്ട്, ഏത് റെങ്കോ മെത്തേഡാണ് വേണ്ടത്. നമ്മളിവിടെ ATR ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ATRൻ്റെ കണ്ടീഷൻ ഓൾറെഡി പറഞ്ഞതാണ്. പക്ഷേ മാറ്റണമെങ്കിൽ നമുക്ക് ATR/2 ഉണ്ട്, ATR/4 ഉണ്ട്, പെർസെൻറ്റേജ് വൈസ് ഉണ്ട്, ട്രഡീഷണൽ ഫിക്സഡ് റെങ്കോ സൈസ് ഉണ്ട്. ഇത്രയും സാധനങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം. മാറ്റി നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ATR ഇട്ട് ആദ്യം തന്നെ നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാം. ബ്രിക് സൈസ് പെർസെൻറ്റേജ് വൈസ് ഒക്കെ ആണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ഒക്കെ ആണെന്നൊക്കെ ഉള്ളത് ഇവിടെ. ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു റെങ്കോയുടെ നമ്മൾ കൊടുത്ത പൈൻ സ്ക്രിപ്റ്റിൽ നിന്ന് ഇത് എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നതാണ്. ഇത് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുത്തല്ല. നമ്മൾ യൂസ് ചെയ്ത ആ ഓവർലേ ഇൻഡിക്കേറ്ററിനകത്ത് ഉണ്ടായിരുന്ന ഇൻപുട്ടുകളും കൂടി ഇതിനുള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡോൺ ചാനൽസിൻ്റെ പീരീഡ് ഡിഫോൾട്ടായിട്ട് 20 ആയിരുന്നു, അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊസിഷൻ സൈസിങ് എങ്ങനെയാണ് റിസ്ക് ചെയ്യേണ്ടത്, ഫിക്സഡ് പെർസെൻറ്റേജ് ആണോ ചെയ്യേണ്ടത്, ഇതാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് തന്നെ ഇട്ട് നോക്കാം. പെർ ട്രേഡ് റിസ്ക് 1%. ഇപ്പോൾ ഒരു ട്രേഡിൽ ഇപ്പോൾ 1% റിസ്ക്. ഇപ്പോൾ 10,000 അക്കൗണ്ട് ആണെങ്കിൽ $100
ആണ് ഒരു ഇതിൽ റിസ്ക് ചെയ്യുക. മാക്സിമം പൊസിഷൻ സൈസ് ലോട്ട് 1 മുകളിൽ പോകരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത്രയൊന്നും പോകില്ല. 1% എന്ന് പറയുമ്പോൾ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1 ലോട്ടിലേക്കൊന്നും പോകില്ല. ബാക്കി SL ബഫർ കാര്യങ്ങൾ, ടൈം ഡേ ഫിൽറ്റർ ഒക്കെ സ്റ്റാർട്ട് അവർ 0 to 23 ആണ് ഉള്ളത്. അപ്പോൾ സ്റ്റാർട്ട് നമുക്ക് 1 o'clock സ്റ്റാർട്ട് ചെയ്ത് 23ക്ക് എൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മൺഡേ ട്യൂസ്ഡേ എല്ലാ വീക്ക് ഡേയ്സിലും നമ്മൾ ട്രേഡ് ചെയ്ത് ഇതൊക്കെ നമ്മൾ ഇൻപുട്ട് പ്ലാൻ ചെയ്ത് കൊടുത്തതാണ്. അതെല്ലാം ഇവിടെ കൃത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതെല്ലാം നമ്മളിവിടെ ഇൻപുട്ട് എല്ലാം കൊടുത്തു. ഇതൊക്കെയാണ് ഇൻപുട്ട് ഉള്ളത്. ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഗ്രാഫ് ഇത് ഗ്രാജുവലി ഗ്രോയിങ് ഗ്രാഫായിട്ടാണ് എനിക്ക് തോന്നുന്നില്ല. ഗ്രാജുവലി ഗ്രോയിങ് ആണ്. നമ്മൾ സംഭവം നമുക്ക് ഇത് വെച്ച് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. ബാക്കി ഡീറ്റെയിൽസും കൂടെ ഒന്ന് നോക്കാം. ഇത് ഓവറോള് 222 ട്രേഡ്സ് ഈ ഒരു മാസം എടുത്തിട്ടുണ്ട്. പ്രോഫിറ്റ് എല്ലാം കഴിഞ്ഞ് നെറ്റ് പ്രോഫിറ്റ് $7,365 ആണ് പ്രോഫിറ്റ് കാണിക്കുന്നത് ഈ ഒരു ഡിസംബർ 20 ഡേയ്സ് കൊണ്ട്. കുറച്ചൊരു കൂടുതലാണ്. ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു ലോട്ട് സൈസ് നമ്മൾ ഫിക്സഡ് ആയിരുന്നു തോന്നുന്നു വെച്ചത്. ലോട്ട് സൈസ് എത്രയായിരുന്നു വെച്ചാൽ ഓക്കെ പെർ ട്രേഡ് പെർസെൻറ്റേജ് ആണ്. അപ്പോൾ 1% റിസ്ക് ആണ് ഒരു ട്രേഡിൽ വെച്ചത്. അതായത് $100 റിസ്ക്. $100 റിസ്ക് എന്ന് പറയുമ്പോൾ അത് ഓട്ടോ കാൽക്കുലേറ്റഡ് ആയിരുന്നു. എത്രയാണ് അതിൻ്റെ SLൻ്റെ വാല്യൂ വരുന്നത്, അതായത് $10 ആണ് SL ചാർട്ടിൽ ഗോൾഡിൻ്റെ വരുന്നെങ്കിൽ അതിനനുസരിച്ച് ഇത് ഓട്ടോ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡിലായിരുന്നു നമ്മൾ ഇൻപുട്ട് ഇട്ടത്. അപ്പം ബാക്ക് ടെസ്റ്റിൽ പോയി കഴിയുമ്പോൾ പ്രോഫിറ്റ് ഫാക്ടർ 1.95 ആണ്, റിക്കവറി ഫാക്ടർ 1.80 ആണ്. ആവറേജേ ഉള്ളൂ, എന്നാലും അൾട്ടിമേറ്റ്ലി ഇത് പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ഇത്രയധികം പ്രോഫിറ്റിൻ്റെ ആവശ്യമില്ല. 10,000ൻ്റെ അക്കൗണ്ടാണ്. ഒരു 8% അല്ലെങ്കിൽ 10% ആണ് ഒരു പ്രോഫോമിൻ്റെ അക്കൗണ്ട് ചലഞ്ച് പാസ് ചെയ്യാൻ വേണ്ടി വേണ്ടേ. അപ്പോൾ നമുക്കിത് ഓൾറെഡി 7,000+ കാണിക്കുന്നുണ്ട്. അപ്പോൾ 800 1,000 ഒക്കെ വന്നിരുന്നെങ്കിൽ തന്നെ നമ്മളിത് പാസ്സായനെ. കൺസിക്യൂട്ടീവ് വിൻസ് 2 വന്നിരിക്കുന്നത്. കൺസിക്യൂട്ടീവ് ലോസസ് പക്ഷേ 30 വന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജിയും കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് എന്തായാലും ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് ഒന്നുകൂടെ മറ്റ് സെറ്റിങ്സ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഒന്നുകൂടെ ചെയ്ത് നോക്കാം. ഇത് ഇൻപുട്സിൽ പോയിട്ട് 0.05 ഇതെല്ലാം ഇങ്ങനെ നീട്ടി റിസ്ക് പെർസെൻറ്റേജ് മാറ്റി നമുക്ക് 0.05 എന്ന് പറയുന്ന ഫിക്സഡ് ലോട്ട് സൈസ് വെച്ചിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി റിസ്ക് കുറഞ്ഞിരിക്കും. 0.05 ഫിക്സഡ് ലോട്ട് സൈസ്. ബാക്ക് ടെസ്റ്റ്. അതും തരക്കേടില്ലാത്ത ഗ്രാഫ് തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെയൊക്കെ നല്ല അപ്സൈഡ് വന്ന് ഫ്ലാറ്റാണ്, ഒരുപാട് താഴോട്ട് ഡിപ്പൊന്നുമില്ല. ബാക്ക് ടെസ്റ്റ് റിസൾട്ട് നോക്കുമ്പോൾ ഇവിടെയും ടോട്ടൽ നമ്പർ ഓഫ് ട്രേഡ്സ് 400. പക്ഷെ അത് മൊത്തത്തിൽ എന്തൊക്കെയോ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ട്രേഡ്സ് അവിടെ കുറയേണ്ട ആവശ്യമില്ല. നമ്പർ ഓഫ് ട്രേഡ്സ് അവിടെ കൂടേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ കൂടിയിട്ടുണ്ട്. നമുക്ക് ഇതിപ്പോൾ ഇതിങ്ങനെയാണെങ്കിൽ നമുക്കൊന്നുകൂടെ കുറച്ചുകൂടി പീരിയഡ് ഒന്ന് മാറ്റി നമുക്കൊന്ന് കൺഫർമേഷന് വേണ്ടിയിട്ട് നമുക്ക് ഒക്ടോബർ നവംബർ മുതലുള്ള ആ ഒരു സമയം നമുക്കൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എഗെയിൻ ഇത് പ്രോഫിറ്റബിൾ ആയിട്ടാണ് കാണിക്കുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് 1,635. പക്ഷെ നമ്മൾ ആദ്യം 1 മന്തിൽ ഒരുപാട് കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട്. 7,000 എന്നൊക്കെ ഉള്ളതായിരുന്നു ആദ്യം കാണിച്ചിരുന്നത്. പക്ഷേ ഇവിടെ നമ്പർ ഓഫ് ട്രേഡ്സ് ഭയങ്കര കൂടുതലാണ്. 1,200 സംതിങ് ട്രേഡ് എടുത്തിട്ടുണ്ട്. 0.05 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു എമൗണ്ട് നമുക്ക് ചാർജിൽ തന്നെ അവോയ്ഡായി പോകും. അപ്പോൾ ഓക്കെ, എന്തായാലും ബാക്ക് ടെസ്റ്റ് പോസിറ്റീവ് ആയ സ്ഥിതിക്ക് നമുക്കൊരു $1,000 ഡെമോ അക്കൗണ്ടിൽ ഇത് നമുക്ക് ഡിപ്ലോയ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം വരുന്ന ദിവസങ്ങളിൽ. അതിനുശേഷം ഇതിൻ്റെ ഒരു അപ്ഡേറ്റുമായിട്ട് മറ്റൊരു വീഡിയോ നമുക്ക് ചെയ്യാം. എന്തൊക്കെയായിരുന്നു അതിൽ പ്രശ്നങ്ങളും മറ്റെന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ വേണ്ടി വന്നു എന്നൊക്കെ ഉള്ളത്. ഇതെനിക്ക് കുറച്ച് കാൽക്കുലേഷൻസിൽ കുറച്ച് പ്രശ്നങ്ങൾ തോന്നുന്നുണ്ട്. എനിക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലാണ് അതെന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിലവിൽ ഇത് പ്രോഫിറ്റബിൾ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്ര അധികം ട്രേഡുകൾ ആവശ്യമില്ല. അപ്പോൾ ഇത് പ്രോഫിറ്റബിൾ ആയിട്ട് വരുവാണെങ്കിൽ 1-2 ട്രേഡിൽ തന്നെ നമുക്ക് ആ അക്കൗണ്ട് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം 10,000 വന്നിട്ട് നമുക്ക് $1,000 വേണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ഏരിയയിലൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ട് നമുക്ക് പാസ്സാക്കി കിട്ടും. സോ നമുക്കിത് എന്തായാലും നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. ആദ്യം ഒരു ഡെമോ അക്കൗണ്ടിൽ 10,000 അക്കൗണ്ടിൽ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പ്രാക്ടിക്കലാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ റിയൽ അക്കൗണ്ടിലേക്ക് പോകുള്ളൂ. സോ ഇത്രയായിരുന്നു ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോസ് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഏതെങ്കിലും സ്ട്രാറ്റജികൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ബിൽഡ് ചെയ്ത പോലെ തന്നെ ആ സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്ത് നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കമൻറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ആ വീഡിയോ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യാം. സ്ട്രാറ്റജി തന്ന ആളുകൾക്ക് അത് പ്രോഫിറ്റബിൾ ആയി പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എക്സ്പെർട്ട് അഡ്വൈസർ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കാം. അപ്പോൾ അത്തരത്തിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമുക്ക് നോക്കാം എത്രത്തോളമാണ് ആ സ്ട്രാറ്റജി പെർഫോം ചെയ്യുന്നതെന്ന്. എന്തായാലും ഇത് പ്രോഫിറ്റബിൾ ആയിട്ടാണ് കാണുന്നത്. ഞാൻ എന്തായാലും നോക്കുന്നുണ്ട്. പക്ഷേ ഇത് പ്രോഫിറ്റബിൾ ആവുന്നേ വിചാരിച്ചതല്ല ബാക്ക് ടെസ്റ്റിൽ ആണെങ്കിൽ പോലും. എന്തായാലും നമുക്ക് നോക്കാം ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്ന്. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.